Hi friends, welcome to my channel Thadikaran Physics. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ടോപ്പിക്കിന്റെ പേരെന്ന് പറയുന്നത് കണക്ഷൻസ് ആണ്. അപ്പോൾ കണക്ഷൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കണക്ഷൻസ് രണ്ട് തരമാണുള്ളത്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷൻസ്. അപ്പോൾ കണക്ഷൻസ് രണ്ട് തരം, സീരീസും പാരലൽ. ഇനി അത് കുറച്ചുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഫിഗർ എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സീരീസ് കണക്ഷന്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്, പാരലൽ കണക്ഷന്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് ജസ്റ്റ് എളുപ്പത്തിലൊന്ന് പറഞ്ഞുതരാം. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ ഒരു ബൾബ് പേടിക്കുകയാണെന്ന് വെക്കുക. ആ ബൾബിന് ഒരു പോസിറ്റീവ് എൻഡും കാണും, ഒരു നെഗറ്റീവ് എൻഡും കാണും. ഇനി അടുത്ത ബൾബ് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ബൾബിന്റെ ഒന്നാമത്തെ ബൾബിന്റെ നെഗറ്റീവിൽ ആരെ കണക്ട് ചെയ്യും? പോസിറ്റീവിനെ കണക്ട് ചെയ്യും. അങ്ങനെ ഒന്നിന്റെ എൻഡിൽ അടുത്തവനെ കണക്ട് ചെയ്ത് അങ്ങനെ ഓരോന്നും ഇങ്ങനെ കോർത്ത് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ്, ആ കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഈ ബൾബിന്റെ എൻഡ് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. കണ്ടോ? അടുത്ത ബൾബ് ഇവിടെ ഞാൻ ഇത് ഒന്നാമത്തെ ബൾബും ഇത് രണ്ടാമത്തെ ബൾബായിട്ട് എടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ബൾബിന്റെ പോസിറ്റീവ് എൻഡ് ഒന്നാമത്തെ ബൾബിന്റെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് പാരലൽ കണക്ഷൻ നോക്കാം. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യേണ്ട ഡിവൈസുകളെ എല്ലാവരുടെയും പോസിറ്റീവ് എൻഡിനെ ഒരുമിച്ച് പിടിച്ചെടുക്കും. എന്നിട്ട് അതേപോലെ അവരുടെ എല്ലാവരുടെയും നെഗറ്റീവിനെ ഒരുമിച്ച് പിടിച്ചെടുക്കും. എന്നിട്ട് ഈ പോസിറ്റീവിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പോയിന്റിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിനെ എടുത്ത് പോസിറ്റീവ് ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്നു. ഇനി നെഗറ്റീവ് അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ കണക്ഷനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ രണ്ട് ബൾബുകൾ എടുത്തിട്ടുണ്ട്. ബൾബ് ഒന്നും ഇവിടെ രണ്ടാമത്തെ ബൾബ്, ഈ രണ്ട് ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബൾബിന്റെ ഈ എൻഡാണ് പോസിറ്റീവ് അല്ലേ? കാരണം നമുക്കറിയാം ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ്, ഈ എൻഡ് രണ്ട് പോസിറ്റീവ്, ഇത് രണ്ട് നെഗറ്റീവാണ്. അപ്പോൾ ഒന്നാമത്തെ ബൾബിന്റെയും രണ്ടാമത്തെ ബൾബിന്റെയും പോസിറ്റീവിനെ പിടിച്ച് കണ്ട ഒരൊറ്റ പോയിന്റിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെയാണ് അതിനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്, ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെയാണ് ഇവിടെ നെഗറ്റീവ് രണ്ട് ടെർമിനലും പിടിച്ച് ഒരൊറ്റ കോമൺ പോയിന്റ് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. എന്നിട്ടാണ് എന്ത് ചെയ്തത്? നെഗറ്റീവ് ടെർമിനലിൽ കൊണ്ട്, അതായത് ബാറ്ററി നെഗറ്റീവ് ടെർമിനലിൽ കൊണ്ട് കണക്ട് ചെയ്തത്. ഇങ്ങനെയുള്ള കണക്ഷനാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണക്ഷൻസും സീരീസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാരലലും കണക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലായി കാണും. ഇനി ഇവർക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമുക്കിനി അങ്ങോട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ഡെറിവേഷനും ചെറിയ പ്രോബ്ലംസിനും ഒക്കെ ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഇവരുടെ ആ ഡിഫറൻസ് വെച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഡിഫറൻസ് സീരീസിന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ട് വരാം. അപ്പോൾ സീരീസിൽ പറയാൻ വേണ്ടി നമുക്കറിയാം, ഇതിവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയാം ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിലോട്ടാണ് എന്തൊഴുകുന്നത്? കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് ഞാൻ ഐ എന്ന് വിളിക്കുകയാണ്. ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ആദ്യത്തെ ബൾബിൽ കയറി ഇറങ്ങിയിട്ട് അതേ കറണ്ട് തന്നെ, ആ ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നെ നേരെ അടുത്ത് ആരിൽ കയറും? രണ്ടാമത്തെ ബൾബിൽ കയറും. എന്നിട്ട് തിരിച്ച് അതേ കറണ്ട് തന്നെ എവിടെ ഇറങ്ങും? തിരിച്ചിറങ്ങിയതിന് ശേഷം എവിടെ വരും? നെഗറ്റീവ് എൻഡിൽ വന്ന് തീരും. അപ്പോൾ നമുക്ക് പറയാം ഒന്നാമത്തെ ബൾബിലും രണ്ടാമത്തെ ബൾബിലും കയറി ഇറങ്ങിയ കറണ്ട് രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. അതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് ആണ്, പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എത്ര ഡിവൈസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും 10, 100, 1000 എത്ര ഡിവൈസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിനകത്തൂടെ ഒഴുകുന്ന എല്ലാത്തിൻ്റെ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് സീരീസിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത് ശ്രദ്ധിക്കുക, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ ബൾബ് ഉപയോഗിച്ച പൊട്ടൻഷ്യലിന്റെ മിച്ചം മാത്രമേ ആർക്ക് കൊടുക്കുകയുള്ളൂ? രണ്ടാമത്തെ ബൾബിന് കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം പവർ കൂടിയ വസ്തുവിന് ആദ്യം, രണ്ടാമതൊരു പവർ കുറഞ്ഞ വസ്തുവിന് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തെ വസ്തുവിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ രണ്ടാമത്തെ വസ്തുവിന് വോൾട്ടേജ് കുറച്ച് മതിയെങ്കിലും ഇവൻ ഉപയോഗിച്ചതിന്റെ ബാക്കി മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? രണ്ടാമത്തേന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് പറയും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്താണെന്ന് പറയും? ഡിഫറൻ്റ് ആണെന്ന് പറയും. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം വീട്ടിൽ വോൾട്ടേജ് കൂടിയും കുറഞ്ഞൊക്കെ വരുന്ന കണ്ടീഷനൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇത് ഈ രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഇത് രണ്ടും ഞാൻ സീരീസിന്റെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത് പാരലൽ പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷനിൽ രണ്ട് പ്രത്യേകത. ഒന്ന്, കറണ്ട് സെയിം ആയിരിക്കും, എല്ലാ വസ്തുവിനും കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാമത്തത് വോൾട്ടേജ് ഓരോന്നിനും ഓരോന്നായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. രണ്ട് പോയിന്റ് മറക്കാതെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത് നമുക്ക് എങ്ങോട്ട് പോകാം? പാരലൽ കണക്ഷനിലോട്ട് പോകാം. പാരലൽ കണക്ഷൻ പോകുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
അതായത് പാരലൽ കണക്ഷനിൽ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പാരലൽ കണക്ഷനിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇവിടെ നോക്കാം, നമുക്കറിയാം I എന്ന് പറയുന്ന കറണ്ട് പോസിറ്റീവ് എൻഡിൽ നിന്ന് എന്ത് ചെയ്യാണ് വരികയാണ്. ഈ വരുന്ന കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ വന്ന് ഈ ജംഗ്ഷൻ കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ വെച്ച് എന്ത് ചെയ്യും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. പഠിച്ചു വെച്ചിരിക്കുക, കറണ്ട് ഏതെങ്കിലും ഒരു ജംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് ഓടാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പൈപ്പ് ലൈൻ നമ്മൾ കണക്ട് ചെയ്തിട്ട് രണ്ട് ജംഗ്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് വഴി എന്ത് ചെയ്യും, ജലം എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോകും. അതേപോലെ തന്നെയാണ് കറണ്ടിന്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു ജംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ട് വഴി അത് പോകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ട് I ആണെങ്കിലും ഇവിടെ ഈ ബൾബ് ഒന്നിന് I എന്ന് പറഞ്ഞിട്ട് മുഴുവൻ കറണ്ട് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഇതിനെ I1 ആയിട്ടും അടുത്ത് ഇതിനെ I2 ആയിട്ടും മാർക്ക് ചെയ്യും. അപ്പോൾ രണ്ട് കറണ്ടുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കറണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഫസ്റ്റ് പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. ഇതിലെ കറണ്ട് എന്താണ്, കറണ്ട് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിഫറൻറ്റ്. മറ്റേ നമ്മൾ കറണ്ട് സെയിം എന്ന് പഠിച്ചു, ഇവിടെ കറണ്ട് എന്താണ്, ഡിഫറൻറ്റ്. ഇനി ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇവിടെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറൻറ്റ് എന്ന് പഠിച്ചു. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, സെയിം ആണ്. കാരണം നമ്മൾ ഇവിടെ ഈ പോസിറ്റീവ് ടെർമിനൽ രണ്ടുപേരുടെയും പോസിറ്റീവ് ടെർമിനൽ ഒരു ഒറ്റ ജംഗ്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെയാണ് രണ്ടുപേരുടെയും നെഗറ്റീവ് എൻഡ് എന്ത് തന്നെയാണ്, ഒരൊറ്റ പോയിന്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോയിന്റിലും വെച്ചാണ് നമ്മൾ എന്ത് അളക്കുന്നത്, പൊട്ടൻഷ്യൽ അളക്കുന്നത് അല്ലേ. നമ്മൾ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നത് രണ്ട് പോയിന്റ് തമ്മിലാണ്. ആ പോയിന്റുകൾക്കിടയിലാണ് ഇവർ രണ്ട് ബൾബുകൾ. അതുകൊണ്ട് തന്നെ പാരലായിട്ട് നമ്മൾ വസ്തുക്കളെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഓക്കെ, അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇത്രയും അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, ഈ രണ്ട് പോയിന്റുകളാണ് നിങ്ങൾ സീരീസിലും പാരലും ശ്രദ്ധിക്കേണ്ടത്. സീരീസിൽ കറണ്ട് സെയിം, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ പാരൽ വരുന്ന സമയത്ത് കറണ്ട് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. എളുപ്പമാണ്, കാരണം നമ്മൾ എന്ത് ചെയ്യും, ജംഗ്ഷൻ തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പാരലിനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് എവിടെയെങ്കിലും ഒരു ജംഗ്ഷൻ കിട്ടി സ്പ്ലിറ്റ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്യും, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അവിടെ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എല്ലാ വസ്തുക്കൾക്കും അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത്രയുമാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്, സീരീസും പാരലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.